ഇന്നേ വീട്ടിൽ വരുന്ന അതിഥികളെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ടോപ്പിക്ക്. വീട്ടിൽ വരുന്ന അതിഥികളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിഥികളെ കേട്ടോ, പണ്ടത്തെ കാലമല്ലല്ലോ. പണ്ട് വന്നിട്ട് ആർക്ക് വേണമെങ്കിലും ആരുടെ വീട്ടിൽ വേണമെങ്കിലും ഇടിച്ച് കയറി ചെല്ലാം. അടുത്തുകൂടി ഏതെങ്കിലും ബസ്സൊക്കെ കയറി വേണ്ടേ പോകാനായിട്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് ആരെങ്കിലും എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്ന് വരണമെങ്കിൽ ഒരു ദിവസത്തെ പണിയാണ്, അവരുടെ മെനക്കേടാണ്. ഒന്നില്ലെങ്കിൽ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ വരാൻ പറ്റുള്ളൂ. എല്ലാവരും ജോലിക്കാരാണ്. വലിയമ്മച്ചിയൊക്കെ വരുന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പൊന്നുരുന്നിൽ നിന്നും പറവൂരുന്ന് 2 വല്യമ്മച്ചിമാർ, പിന്നെ ഏലൂരിൽ നിന്ന് ഇനിയൊരു വലിയമ്മ ഗീത വല്യമ്മ, പിന്നെ അമ്മയുടെ അനിയത്തിയും അവിടെ തന്നെയാണ്. പക്ഷേ അമ്മയുടെ അനുജത്തി അങ്ങനെ വരാറില്ല കേട്ടോ, ഒറ്റയ്ക്ക് വന്നിട്ടില്ല അധികം. അപ്പോഴൊക്കെ ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോൾ. ബിക്കോസ് അയലേച്ചന് അങ്കമാലിക്കടുത്തായിരുന്നു ജോലി. എന്തായിരുന്നു, ക്രോംപ്റ്റൺ ഗ്രീവ്സിലും അല്ലേ, അയ്യോ അങ്ങനെ ഒരു കമ്പനിയിലായിരുന്നു. അതോ ബൾബ് കമ്പനിയോ മറന്നുപോയി. അപ്പോൾ അവിടെ ഇപ്പം ഇല്ല ആ കമ്പനി, അത് കൂട്ടിപ്പോയി. ക്രോംപ്റ്റൺ ഗ്രീവ്സ് അല്ലേ, മറന്നുപോയി, പിന്നെ ചോദിക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞച്ചനെ ഞങ്ങൾ വിളിക്കണേ. കുഞ്ഞച്ചൻ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് അന്വേഷിക്കും, എല്ലാവരും നന്നായിരിക്കുന്നോ സൗഖ്യമായിട്ടിരിക്കണോ എന്ന് അറിയണ്ടേ എന്നൊക്കെ. ലെറ്റർ എഴുതലല്ലേ ഉള്ളൂ, ലെറ്റർ എഴുതാറില്ല. എപ്പോഴെങ്കിലും ചിറ്റ പറഞ്ഞിട്ട് അമ്മയെ അന്വേഷിച്ച് വരും. അമ്മയും അതുപോലെ വല്ലപ്പോഴും ഒക്കെ അങ്ങനെ പോവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ നമുക്ക് കാറൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഒരു റൂട്ടുണ്ട്, നമുക്കൊരു റൂട്ട്. പറവൂർ വഴി പോകുമ്പോൾ വലിയമ്മച്ചിയുടെ വീട്ടിൽ കയറിയിട്ട് ചിലപ്പോൾ വലിയമ്മച്ചി നമ്മുടെ കാറിൽ കയറിയിട്ട് അവിടെ ഞാറക്കിലേക്ക് പോകും, അമ്മയുടെ വീട്ടിലേക്ക് പോകും കേട്ടോ. അവിടെ അമ്മാവനുണ്ടല്ലോ, മഹേന്ദ്രമ്മാവനുണ്ട്, പിന്നെ വലിയമ്മാവനുണ്ട്, പിന്നെ കുഞ്ഞുമോൻ ചേട്ടനുണ്ട്. ഇത്രയും പേരാണ് അവിടെ താമസിക്കുന്നത്. കുഞ്ഞുമോൻ ചേട്ടൻ ഈസ് അമ്മാസ് ബ്രദേഴ്സ് സൺ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുമോൻ ചേട്ടൻ്റെ അച്ഛന് ഒരു അപകടം പറ്റിയ കാര്യം, അമ്മയുടെ ബ്രദർ ഒരാൾ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച കാര്യം ഞാൻ പഴയ എപ്പിസോഡ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ ആ ഏട്ടന് 2 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അപ്പോൾ എൻ്റെ അമ്മ ചെറുപ്പമായിരുന്നു ആ സമയത്ത്, 14-15 വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴൊക്കെ അതിന് ശേഷം എൻ്റെ അമ്മയാണ് ഈ ചേട്ടനെ ഇങ്ങനെ പഠിപ്പിക്കുകയും സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ പോയിട്ട് വന്നിട്ട് പഠിപ്പിക്കുകയൊക്കെ വേണ്ട, അതെല്ലാം അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ആരും അങ്ങനെ പഠിത്തം ശ്രദ്ധിക്കാണ്ടായി ഉഴപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് ഇപ്പോഴും അതെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുമോൻ ചേട്ടൻ. കുഞ്ഞുമോൻ ചേട്ടൻ്റെ 2 മക്കളുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു മകളുടെ കല്യാണമായിരുന്നു ഇന്നലെ, എനിക്ക് പോകാൻ പറ്റിയില്ല. ഇവിടെ അതാണേ, നമ്മൾ ഈ പ്രവാസ ലോകത്തിരിക്കുമ്പോൾ എത്രയെന്ന് വെച്ചിട്ടാണ്, ഞാൻ ഇപ്പോൾ പോയിട്ടല്ലേ വന്നിട്ടുള്ളൂ. ഇതാ ഇനിയും പോവാണ്, ഈ നെക്സ്റ്റ് വീക്ക് പോവാണ്. ഒരു കാര്യമുണ്ട്, അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാമെന്ന് ഞാൻ പറഞ്ഞ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോവാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നതായിരിക്കും ചെന്നിട്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിഥികളെ പറ്റിയാണ്. ചില ഇടങ്ങളിൽ അപ്പം നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. അന്നൊക്കെ ഇതുപോലെ വന്നേ പറ്റുള്ളൂല്ലോ, ഇവരൊക്കെ നന്നായിരിക്കണമെന്ന് അറിയണ്ടേ. അമ്മയാണെങ്കിൽ വീട്ടിൻ്റെ കാര്യങ്ങളും, പിന്നെ അമ്മ പശുവിനെ വളർത്തുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് കൃഷി ഉണ്ടായിരുന്നു, അമ്മ ഹൈസ്കൂൾ ടീച്ചറാണ്, വലിയമ്മച്ചിയുണ്ട് വീട്ടിൽ. അപ്പോൾ ഇതെല്ലാം ഉണ്ട് നമുക്കവിടെ. അപ്പോൾ സമയം മാത്രമില്ല ഇങ്ങനെ പോകാനായിട്ട്. പിന്നെ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ആ നാട്ടിൻ പ്രദേശത്ത് ഒരു ടാക്സി കാറേ ഉള്ളൂ കേട്ടോ. ആ ടാക്സി കാറ് തന്നെ ആ ചേട്ടനില്ലേ പുറത്തുനിന്നൊക്കെ ഇറങ്ങിയിട്ട് തുറന്നൊക്കെ തരണം കാറ് തുറക്കാൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വലിയമ്മച്ചിയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ 10th ആയപ്പോഴാണ് കാറ് വാങ്ങിച്ചത്. അച്ഛൻ വീഡിയോ ആയിരുന്ന സമയത്താണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ കാർ ഷെഡ് ഇല്ലാഞ്ഞിട്ട് മുമ്പിൽ ഇങ്ങനെ കാർ ഷെഡ് ഉണ്ടാക്കുന്നത് മുറ്റത്ത്, അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ 9th-10th ആയിട്ടുണ്ടാവും, 10th 9th നിന്ന് 10th ആവുന്ന സമയത്ത് ആണ് വലിയമ്മച്ചി മരിച്ചുപോയി. അപ്പോൾ ഞാൻ 10th നിന്ന് 11th ആയപ്പോഴാണ് കാറ് കൊണ്ടുവന്നത്. ഇറ്റ് വാസ് എ സെക്കൻഡ് ഹാൻഡ് കാർ കേട്ടോ, അംബാസിഡർ. പക്ഷേ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, KRE 7299 എന്നാണ് ആ നമ്പർ. കുറേ വർഷങ്ങൾ എൻ്റെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നു കാർ. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പം ബ്രദർ ഒരു 15 കൊല്ലമായി കാണും വിട്ടിട്ട്. അതിലാണ് ഞങ്ങളൊക്കെ ഡ്രൈവിങ് പഠിക്കുന്നത് കേട്ടോ. തൃശ്ശൂർ റൗണ്ടില്ലേ, അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ ഡ്രൈവർ റോക്കി ചേട്ടൻ പറഞ്ഞ എന്നാൽ മോള് ഓടിച്ചോ എന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ കയറി ഇരുന്നിട്ട് ഇങ്ങനെ വളച്ച് അപ്പോൾ ഈ ചേട്ടൻ പിടിച്ചുകൊണ്ടിരിക്കേണ്ട അടുത്ത് നമ്മൾ ഗുരുവായൂർ പോകുന്ന വഴിക്ക്, പോയിട്ട് വരുന്ന വഴിക്കോ അങ്ങനെ എന്തോ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇടുന്നായിരുന്നു. പിന്നെ മാരുതി വന്നപ്പോഴാണ് ഇങ്ങനെ ഫ്ലോർ ഗിയർ എന്നല്ലേ പറയുന്നത്, അത് അങ്ങനെ ആയത്. അപ്പോൾ
എന്താ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ അതിഥികളുടെ കാര്യം പറഞ്ഞ് കാർ ഓടിക്കാൻ പഠിച്ചതിനെ പറ്റി പറയാൻ പോയി. ഐ വാസ് 20 വെൻ ഐ ഗോട്ട് മൈ ലൈസൻസ്. ലൈസൻസ് അല്ല, പഠിച്ചപ്പോൾ. ലൈസൻസ് കിട്ടിയത് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. ഞാൻ ഓടിക്കുമായിരുന്നു. പിന്നെ അച്ഛൻ വാങ്ങിച്ചു തന്ന കാറുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ അച്ഛനും അമ്മയും തന്ന സൗഭാഗ്യങ്ങളാണ് കേട്ടോ. അത് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് വേണം അല്ലേ? നമുക്ക് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് വേണം അല്ലേ അതിന്. 1996 മാരുതി 800 ആണ് ഞാൻ. അത് ഓടിച്ചതാണ് ഞാൻ ഇത് ലൈസൻസ് എടുക്കാൻ പോയത്. അപ്പോൾ എൻ്റെ അമ്മാവൻ RTO ആണെന്ന് കോട്ടയത്ത്. അല്ല, RTO ആയി റിട്ടയറായി കുറച്ച് നാളായിട്ടുള്ളൂ റിട്ടയറായിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഓടിച്ചുകൊണ്ട് വരുന്നത് കണ്ടായിരുന്നു. RTO പറഞ്ഞു നാളെ കല്യാണമാണെന്ന് എൻ്റെ കസിൻ പോയി പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയാണ് ഓടിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ അതെ, ലൈസൻസ് നിങ്ങൾക്കുണ്ടല്ലോ. ആ ചേട്ടൻ്റെ ലൈസൻസ് നോക്കി. എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ലേണേഴ്സ് ലൈസൻസിൻ്റെ എല്ലാം പൊട്ടിച്ചാണോ ഞാൻ വന്നതെന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു ഒന്ന് ഓടിക്കുകയെന്ന് പറഞ്ഞു. അങ്ങോട്ട് ഓടിച്ചിട്ട് പോയിക്കോ, പിന്നെ വന്ന് മേടിച്ചോളൂ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ എച്ചിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ പുള്ളി ഞാൻ ഓടിക്കുന്നത് അവിടെ നിന്നേ നോക്കി പിന്നെ എന്നോട് ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ പോകുന്നു കേട്ടോ. അത് ആ വലിയ ഇൻട്രിക്കസി എടുക്കാൻ പറഞ്ഞില്ല. ബിക്കോസ് എൻ്റെ കല്യാണം എന്ന് പറഞ്ഞുകൊണ്ടും റിസ്ക് എടുക്കണ്ടെന്നും പിന്നെ അമ്മാവൻ്റെ ഒരു നീസ് എന്നുള്ള പരിഗണനയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അതൊക്കെ അന്നൊക്കെ അങ്ങനെയൊക്കെ നടക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ കൈക്കൂലി കൊടുത്തൊന്നും ഒരു കാര്യവും സാധിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. അങ്ങനെ സാധിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഈ അതിഥികളുടെ കാര്യം പറയുമ്പം, ഇപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും എപ്പോഴും അവിടെ ഊണ് കഴിച്ചേ പോകാൻ പറ്റുള്ളൂ. കാരണം ഈ കുഞ്ഞച്ചനൊക്കെ വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് ചായയൊക്കെ കുടിച്ചിട്ട് അവർ രാത്രിയൊക്കെ പോകും. അതേപോലെ എന്നെ പഠിപ്പിക്കാനായിട്ട് എൻ്റെ അമ്മാവൻ വരും ചില സമയത്ത്. മാഷായിരുന്ന ജയപ്രകാശൻ മാഷ് കേട്ടോ, അമ്മയുടെ ഏറ്റവും ഇളയ ബ്രദറാണ്. അമ്മയേക്കാൾ മൂത്താണ്, ബ്രദേഴ്സിലെ ഏറ്റവും ഇളയത്. പുള്ളി വന്നിട്ട് മാത്സിൻ്റെ ഉസ്താദാണ്. ഈ ഇതില്ലേ എന്താ പറയുക, പൈനാപ്പിൾ ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂമ്പ് ഇല ഇങ്ങനെ ഉണ്ടാവില്ലേ, ഇങ്ങനെ അത് എണ്ണി നോക്കിയിട്ട് പറയും ഇത് പൈതഗോറസ് തീറ എന്നൊക്കെ പറയുന്ന പാർട്ടിയാണ്. കണ്ടോ, ഇങ്ങനെ എന്നൊക്കെ പറയും. സോ അത്രം മാത്സാണ്. അപ്പോൾ ആ അമ്മാവനും വരും വൈകുന്നേരങ്ങളിലൊക്കെ വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് രാത്രി ലാസ്റ്റ് ബസ്സിനൊക്കെ കയറിപ്പോവും. ജങ്കാറ് പോണേന് മുമ്പ് പോകണം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ പുള്ളി എങ്ങനെയോ വൈപ്പിനിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി നേരെ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ട് ജങ്കാറ് പിടിച്ചു പോവോ, എറണാകുളത്ത് പോയിട്ട് ഇത് പിടിച്ചു പോകും. കാരണം ജങ്കാറാണെങ്കിൽ 12 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് മറ്റേ ബോട്ട്സൊക്കെ ആണെങ്കിൽ നേരത്തെ നിർത്തും. അതുകൊണ്ട് പുള്ളി അങ്ങനെയൊക്കെ പോകുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ട്രാവൽ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്ത് പോയപ്പോൾ ഞാൻ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ജങ്കാറിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ അന്ന് ഇതൊക്കെ അനുവദനീയമായിരുന്നു അല്ലേ. ഇന്നത്തെ കാലത്ത് ഇത് നടക്കില്ല. എന്താണെന്നറിയോ, നമ്മൾ പല കാര്യങ്ങളെന്നും പറഞ്ഞ് പോയി കാണും ചിലപ്പോൾ. അപ്പോൾ നമ്മളോട് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും വീട്ടിൽ ആളുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും വിളിച്ചു ചോദിച്ചിട്ട് വരണം, വിളിച്ചോ പറഞ്ഞോ അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട്. സോ അതൊരു അംഗീകരിച്ച നോംസായി തുടങ്ങി. അപ്പോൾ ഇത് ഓക്കെയാണ്. എന്നാലും പെട്ടെന്ന് ഇപ്പോൾ അതൊരു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ആരും നമ്മളെ വിളിക്കാതെ വരില്ലല്ലോ. അതൊരു നോമായി ഇപ്പോൾ, അതായത് വിളിച്ചിട്ടേ ഇപ്പോൾ വരുള്ളൂ എന്നുള്ളതൊരു നോമായി മാറി. കാരണം എല്ലാവരുടെയും കയ്യിൽ മൊബൈൽസ് ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഇതുപോലെ തന്നെ നട്ടുച്ചയ്ക്ക്, വളരെ നട്ടുച്ചയ്ക്ക് പെട്ടെന്നൊക്കെ കയറി വരും. അപ്പം നമ്മുടെ വീട്ടിൽ ലഞ്ച് എന്ന് പറയുന്നത് ചിലപ്പം എനിക്കും അച്ഛനും അമ്മയ്ക്കും മാത്രമേ ആ ചോറൊക്കെ ഉണ്ടായി. കൂടുതലൊന്നും ഇപ്പോൾ വെച്ച് കളയണ്ടാലോ എന്നൊക്കെ വിചാരിച്ച് ചില സമയത്ത് അങ്ങനെ നമ്മൾ വെക്കും. അപ്പോൾ എന്താവുന്നറിയോ, അന്നായിരിക്കും ചിലപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിശപ്പ്. അമ്മ എനിക്ക് ഉണ്ടാകാൻ വെച്ചിരുന്ന ചോറെടുത്ത് ഗസ്റ്റിന് കൊടുക്കും. 1-2 പ്രാവശ്യമൊക്കെ ഓക്കെ, നന്മമരം ചമയ അല്ലേ, സാരില്ല, നമ്മുടെ വീട്ടിൽ വന്നതല്ലേ, അവമാനിക്കാൻ പാടില്ല നമുക്ക്. പിന്നെ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഈ പറഞ്ഞ പർട്ടിക്കുലർ ആൾ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം പറഞ്ഞു, അമ്മേ ഇന്ന് എനിക്ക് വിശപ്പ് താങ്ങാൻ വയ്യ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പുള്ളിക്ക് ചായയും കടിയൊക്കെ കൊടുക്കാം, കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നട്ടുച്ചയായതുകൊണ്ട് ചേട്ടാ ഈ ഞാൻ ചെയ്ത് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ചെയ്ത കാര്യമാണ് പറയണത്, നിങ്ങൾ ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ചോറെടുത്ത് കൊടുക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാനതൊക്കെ നിർത്തി സുഹൃത്തുക്കളെ. എനിക്ക് ഇപ്പോൾ ഒരു 2-3 കൊല്ലം മുമ്പാണ് കേട്ടോ, 3-4 കൊല്ലമായിട്ടുണ്ടാവും അപ്പോഴാണിത് സംഭവിച്ചത്. അപ്പോൾ എൻ്റെ ഊണ് ഞാൻ കൊടുത്തില്ല, എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ഇനി അത് ഉണ്ടാക്കി വന്ന് കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വയ്ക്കാം. പക്ഷേ അയാൾ വന്ന വഴി ഇങ്ങനെ കയറിയിട്ട് പെട്ടെന്ന് പോകാനുള്ള ധൃതിയൊക്കെ കാണിക്കുകയും കൂടെ ചെയ്തപ്പോൾ എന്തായാലും ഒരു ഊണ് റെഡിയാക്കി എടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് വി റിക്വയർ 1 hour അല്ലേ. 15-20 മിനിറ്റ്സിലൊന്നും ഊണ് ശരിയാകത്തില്ല. അല്ലെങ്കിൽ പച്ചരി ചോറൊക്കെ ആയിരിക്കണം, അതൊന്നും കഴിക്കില്ല ഇവരൊക്കെ, നല്ല ഗുണ്ടു അരിയേ കഴിക്കുള്ളൂ.
സോ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറയാനാണ് കേട്ടോ. ഞാൻ ചെയ്ത ഒരു കാര്യം പറയണമല്ലോ ഇതുപോലെ. ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ തൃപ്തി അനുസരിച്ച് നമ്മൾ ആ സമയത്ത് നമ്മുടെ മൂഡ് അനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുക, ശരിയല്ലേ? ചെയ്തത് ശരിയായോ ഇല്ലയോ എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ പറയും കേട്ടോ അതിൻ്റെ അടുത്ത്. അങ്ങനെയൊന്നും പറയണ്ട എന്നെ, കാരണം തെറ്റായിരിക്കാം. അമ്മ എൻ്റെ വഴക്ക് പറഞ്ഞു കേട്ടോ. അമ്മ പറഞ്ഞു എന്താ അങ്ങനെ? അപ്പോൾ ഞാൻ അമ്മ എപ്പോഴും അവരെങ്ങനെയല്ലേ ചെയ്യണ ചേട്ടൻ, അയാൾക്ക് എന്താ പറഞ്ഞിട്ട് വന്നാൽ ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്നൊന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ഫുഡ് കൊടുക്കാം. നല്ലതല്ലേ അങ്ങനെ ചെയ്യണത്? എനിക്കും ഇഷ്ടമാണ് ആൾക്കാർ വരുമ്പോൾ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഈ ചോറെന്ന് പറയുന്ന സാധനം മാത്രം നമുക്ക് ഇട്ട് പണിയാണ് കുറച്ച് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ആ നേരത്തിന്. അത് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ ഒരാമുഖം പറഞ്ഞത് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നാലും എനിക്കത് അനുഭവിച്ചപ്പോൾ എനിക്കൊരു കഷ്ടം തോന്നി എന്ന് പറയാനാണേ. അത് ഫുഡ് തന്നില്ല എന്നുള്ളതല്ല, എന്നെ ഒരു സ്ഥലത്ത് ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പോയതാണേ, മൈൻഡ് ചെയ്തില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു എന്നെ ഇൻവൈറ്റ് ചെയ്തില്ല. ഇന്നലെ വേറൊരു റീല് ഞാൻ ഇട്ടിരുന്നു കേട്ടോ. നമ്മൾ ഇൻവൈറ്റ് ചെയ്യപ്പെടാത്തടത്ത് നമുക്ക് വിഷമം തോന്നേണ്ട ആവശ്യമില്ല. നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് നമുക്ക് നല്ലതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, ഗിഫ്റ്റൊക്കെ വലിയ ഗിഫ്റ്റൊക്കെ കൊടുക്കേണ്ട റിലേഷൻസൊക്കെ ആണെങ്കിൽ ഇൻവിറ്റേഷൻസ് കിട്ടിയില്ലെങ്കിൽ അത്രയും ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. നമ്മളെല്ലാം സാധാരണക്കാരല്ലേ, നമുക്ക് നമ്മുടെ പണമെല്ലാം നമ്മൾ സൂക്ഷിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ഇൻവിറ്റേഷൻസ് കിട്ടിയില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. അതേസമയം ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ കൊണ്ട് ഒക്കുന്ന ഒരു ഗിഫ്റ്റ് ഇപ്പോഴത്തെ നമ്മുടെ ഇതനുസരിച്ച് മേടിച്ചുകൊണ്ട് ചെല്ലുന്ന ഒരു സ്ഥലത്ത് നമ്മളെ അവഗണിക്കുന്ന പോലെ, അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ അറിഞ്ഞുകൊണ്ട് അവഗണിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം അവർക്ക് അത് മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റിയില്ലെങ്കിൽ ഐ വിൽ ഫീൽ ബാഡ് കേട്ടോ. ശരി, ആരെന്താ ഇവരിങ്ങനെ പെരുമാറിയത്, അതെന്താ ഇവരിങ്ങനെ പെരുമാറിയതെന്ന് ഞാൻ ചിന്തിക്കും. കാരണം ഞാൻ മനുഷ്യനാണ്, മൗജ്ജയും മാംസവും ഉള്ള മനുഷ്യനാണ്. അത് പോട്ടെ എന്ന് കരുതിയാലും നമുക്കത് കുത്തും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? പിന്നത്തെ പ്രാവശ്യം അവർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോവില്ല. കറക്റ്റാണോ? നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മളെ ഒരാളെ, ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, നമ്മളെ ഒരാൾ ഒരു ഫംഗ്ഷന് ഇൻവൈറ്റ് ചെയ്തു, നമ്മൾ കഷ്ടപ്പെട്ട് നേരം ഉണ്ടാക്കി അതിനുള്ള അവിടെ അവരുടെ വീട്ടിലേക്ക് ട്രാവൽ ചെയ്ത് ചെന്ന് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ചെല്ലുന്നു, അവിടെ നിൽക്കുന്നു, അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇൻവോൾവ് ആകാൻ നോക്കുന്നു. പക്ഷേ ആ വീട്ടിലെ നമ്മളെ സ്വീകരിക്കേണ്ട ആൾ ഒരു മന്ദസ്മിതത്തോടു കൂടി നമ്മളെ വന്നത് റെക്കഗ്നൈസ് ചെയ്യുകയും അത് സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ അത് അവഹേളനമാണ്. അത് കഴിഞ്ഞിട്ട് ആര് പറഞ്ഞാലല്ല മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു, അവിടെ ശരിയായാലും ഇവിടെ നോ. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ അവരെത്ര വിളിച്ചാലും പിന്നെ വരുമല്ലോ എന്തെങ്കിലുമൊക്കെ, പിന്നെ പോകരുത്. യു ഷുഡ് അവോയ്ഡ് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്കൊരു സ്ഥലത്ത് സംഭവിച്ചായിരുന്നു. ഒരു 3-4 ദിവസം അത് കൊണ്ടു കിടന്നു. പിന്നെ ഞാൻ ഉപ്പുലിയാണല്ലോ, ഞാൻ എഴുന്നേറ്റ് അത് തട്ടിക്കളഞ്ഞു. പക്ഷെ അത് ഞാൻ വിചാരിച്ചു എൻ്റെ പ്രേക്ഷകരോട് എനിക്കത് പറയണം. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ ഇന്നലെ പറഞ്ഞു, അൺഇൻവൈറ്റഡ് ആയിട്ട് ഉള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, യു ആർ ഗ്രോയിങ്. ബിക്കോസ് നിങ്ങളൊരു നല്ല ഒരു പൊസിഷനിൽ നല്ലൊരു ഇടത്തിൽ ഇരിക്കുന്നുണ്ട്. സോ അതേഴ്സ് ജസ്റ്റ് ഡോണ്ട് വോണ്ട് ടു റിക്കഗ്നൈസ് യു ഓർ അക്നോളജ് യുവർ ഗ്രോത്ത്. നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളോട് ഒരു ബഹുമാനം കാണിക്കുകയും ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ അവിടെ വരണ്ട എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ അവിടെ പോകാതെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാത്തടത്ത് ഇപ്പോൾ ആരും പോവില്ല അങ്ങനെ. എന്നാലും ചിലപ്പോൾ ഈ ഹസ്ബൻഡ്സൊക്കെ ഇല്ലേ, എന്നോട് പറഞ്ഞില്ലേ അത് പോരെ, നീ വാ എന്നും പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് പോകും ചില സ്ഥലങ്ങളിലൊക്കെ. അത് പോവരുത്. ഭർത്താവും കൂടെ പോകാതിരിക്കണമെന്നാണ് ഞാൻ പറയണത്. അങ്ങനെ ഭർത്താവിനെ മാത്രമേ ഇൻവൈറ്റ് ചെയ്തുള്ളൂങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് മാത്രം പോവേണ്ട ഒരു സന്ദർഭമാണെങ്കിൽ ആ പോയിട്ട് പോയാൽ. പക്ഷേ ഈ ഭാര്യയെ വിളിച്ചിട്ടില്ല, നിന്നെ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്ന് പറയുന്നിടത്ത് ആ ഭർത്താവ് എഴുന്നേറ്റ് നിന്ന് പറയണം, എൻ്റെ ഭാര്യയെ വിളിക്കാത്തടത്ത് ഞാൻ വരുന്നില്ല, എനിക്ക് എൻ്റെ കുടുംബസമാധാനം വലുതെന്ന് പറയാനുള്ള നട്ടലുള്ള ആൺപിള്ളേരായിരിക്കണം ഭർത്താവാകേണ്ടത് കേട്ടോ. ഭർത്താവ് പറയും, ഞാനും അമ്മയും ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്, നിന്നോട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് പോകാൻ തുടങ്ങിയാൽ നിങ്ങൾ പ്രതികരിക്കണ്ട. അത് അദ്ദേഹത്തിൻ്റെ രീതിയാണത്, മനസ്സിലായില്ലേ? ലൈക്ക് നമുക്കതങ്ങനെ എന്താ പറയുക, ഒരു സൂപ്പർഫിഷ്യലായിട്ടുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രൈ ചെയ്തോളൂ. പക്ഷേ നെക്സ്റ്റ് ടൈം
നിങ്ങളും അതേപോലെ തന്നെയുള്ള ആറ്റിറ്റ്യൂഡ് എടുത്ത് അണിയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഉള്ളിലുള്ള ആ ബന്ധം നിങ്ങൾ ശിഥിലമാക്കണ്ട കേട്ടോ. ഭർത്താവിന് അങ്ങനെ പോകണം തോന്നിയെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ആയിരിക്കാം. അപ്പോൾ അത് അദ്ദേഹത്തിന് മാത്രമായിരിക്കാം അവരവിടെ ക്ഷണിക്കാൻ കൂട്ടാക്കുന്നുള്ളൂ എങ്കിൽ വഴിമാറി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പിണക്കം കൂടണ്ട. യു ജസ്റ്റ് ഡോണ്ട് ടേക്ക് ഓൾ ദീസ് തിങ്സ് ഇൻ ടു യുവർ ഫാമിലി ലൈഫ്. നിങ്ങൾ പോയില്ലേ എന്നെ കൂടാണ്ട് എന്ന് പറഞ്ഞ് നിന്ന് കരയണ്ട. അത് അങ്ങേരാണ് അത് ചെയ്യേണ്ടത്. നിങ്ങൾ കരഞ്ഞ് കാല് പിടിച്ച് പോകണ്ടെന്നൊന്നും പറയണ്ട കേട്ടോ. പോണെങ്കിൽ പോയിക്കോ, അങ്ങനെ പറഞ്ഞോളണം. ദാറ്റ് ഷോസ് എത്ര ഉയർച്ചയിലാണ് നിങ്ങളിരിക്കുന്നത്, ഹൗ മാഗ്നാനിമസ് യു ആർ എന്ന്. മനസ്സിലായില്ലേ? നമ്മളുടെ മനസ്സിൻ്റെ മാഗ്നാനിമിറ്റിയാണ് അത് കാണിക്കുന്നത്. ദാറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു ഷൗട്ട് ഫോർ സ്മോൾ ട്രിവിയാസ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എനിക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നിന്നോളണം. ദാറ്റ് ഷോസ് യു ആർ എ ഹൈ വാല്യൂഡ് വുമൺ കേട്ടോ. ഇത് നീണ്ടു പോകുന്ന 15 മിനിറ്റായോ. അപ്പം ഇനി ഒരു കാര്യം കൊണ്ട് ഇന്നലെ പറഞ്ഞ ഇതിനകത്ത് എല്ലാവരും ചോദിച്ചായിരുന്നു. ആരോ വന്ന് ചോദിച്ചു മാന്യൂവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. മാന്യൂവർ എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ട് അത് എന്തുകൊണ്ടാണ് ചേച്ചി ആ വേർഡ് അവിടെ ഉപയോഗിച്ചതെന്ന കുട്ടിക്ക് ഡൗട്ട് തോന്നിയോണ്ടായിരിക്കും ചോദിച്ചത്. മാന്യൂവർ എന്ന് പറയുമ്പോൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അത്. ഇപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞ് വണ്ടികളൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പം ഓട്ടോറിക്ഷ ആണെങ്കിൽ ചെറിയ ചെറിയ ഗലീസൊക്കെ ഇല്ലേ ഫോർട്ട് കൊച്ചിയിൽ. അപ്പം നമ്മൾ പറയും, ഇഫ് യു ഗോ ബൈ ഓട്ടോ നോ യു ക്യാൻ മാന്യൂവർ ഈസിലി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞു പൊളിഞ്ഞു ഇങ്ങനെ പോകുന്നു, അതായത് തന്ത്രപരമായിട്ട് പോകുമെന്നുള്ള ഇതിനാണ് അത് വേറൊരു രീതിയിൽ പറയുന്നത്. നമ്മൾ ലൈഫിനെ നമ്മൾ മാന്യൂവർ ചെയ്യാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ ഉള്ളിലുള്ള പ്രോബ്ലംസിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഇങ്ങനെ ജീവിക്കാൻ പഠിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഗൂഗിൾ അടിക്കുമ്പോൾ കുതന്ത്രം എന്നൊക്കെ വരും. അതുകൊണ്ട് ആൾക്കാർക്ക് വിചാരിക്കണേ കുതന്ത്രം ചെയ്യാനാണോ ചേച്ചി പറഞ്ഞത്. അങ്ങനെ അതാണ് ഗൂഗിളിൻ്റെ പ്രശ്നം. മനസ്സിലായോ? ഗൂഗിള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിക്കുമ്പോൾ യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ് ബിക്കോസ് യു ആർ നോട്ട് ഹാവിങ് ദ നോളജ് ഓഫ് ഇംഗ്ലീഷ്. അല്ലേ? ഇംഗ്ലീഷിൻ്റെ കറക്റ്റായിട്ടുള്ള നോളജ് കിട്ടണമെങ്കിൽ യു നീഡ് ടു റീഡ് ബുക്സ്, യു നീഡ് ടു ടേക്ക് ഡിക്ഷണറി ആൻഡ് കറക്റ്റായിട്ട് ആ ഡയലോഗിൽ അത് എവിടെയാണ് വരണേന്ന് നോക്കണം. ഇപ്പം ഒരു പാരഗ്രാഫ് നിറച്ചുണ്ടാവും മീനിങ്സ്. നിങ്ങൾ ഇപ്പോൾ ഗൂഗിളിൽ തന്നെ നോക്കിയാലും ഇപ്പോൾ ഞാൻ പറയാവേ ഈ മാന്യൂവറിൻ്റെ കാര്യം ഞാനത് അന്ന് നോക്കിയപ്പോഴും ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഹെൽപ്പ് ദറ്റ് ഗേൾ. എനിക്ക് തോന്നി അതുകൊണ്ടായിരിക്കും ചോദിക്കണേന്ന്. കാരണം ഇന്നത്തെ കാലത്ത് എന്താ പറയുക, ഇതില്ലാണ്ട് പറ്റൂലല്ലോ. 1 മിനിറ്റ്. അതുകൊണ്ട് ഇതെടുത്ത് വെച്ചേക്കുമായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ ഇതിൽ നോക്കി പറയണം. കറക്റ്റ് വേർഡ്സ് വായിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഗൂഗിൾ ഇതിനകത്ത് എടുത്ത് ഞാൻ പറയാമേ. വെർ ഇസ് ഇറ്റ്? മാന്യൂവർ, മാന്യൂവർ സ്പെല്ലിംഗ് എന്തായിരുന്നു? ശരി, എന്തോന്ന് ഇതാ MANUVER മാന്യൂവറിങ് എന്നൊക്കെ ഉള്ള രീതിയിലാണ്. മാന്യൂവർ മീനിങ് ഇൻ മലയാളം എന്ന് അടിച്ച് നോക്കൂട്ടോ. ഒരു മിനിറ്റ്, ഇത് ഞാൻ പറഞ്ഞു തരാം. കാരണം എനിക്കത് മനസ്സിലായി അവരെന്തുകൊണ്ടാണ് അങ്ങനെ പിന്നെയും ചോദിച്ചത്. കാരണം ഗൂഗിളിലില്ലാത്ത സംശയം ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തിനാണ് ചേച്ചി അതെന്താണ് അതിൻ്റെ മീനിങ് എന്ന് ചോദിക്കാൻ കാര്യം അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇത്രയും ടൈം എടുത്ത് പറയുന്നത്. 1 മിനിറ്റ്. മാന്യൂവർ ഓളം എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്, അതിനകത്ത് വന്നാണ്. ആസൂത്രണം, സൂത്രം, നിർവാഹകൻ, പ്രകടനങ്ങൾ, കൗശലം എന്നാണ് കിടക്കുന്നത്. മനസ്സിലായ? ഇത്രയാണ് മാന്യൂവറിൻ്റെ മലയാളം എന്താണെന്ന് ചോദിച്ചു വരുമ്പം വരുന്നത്. ബട്ട് വാട്ട് യു ഹാവ് ടു ഡു വേഴ്സ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചേച്ചി അത് എന്താണ് ചേച്ചി ഉദ്ദേശിച്ചത്? അപ്പോൾ നമ്മൾ കൗശലത്തോടെ ജീവിക്കണം എന്നാണ്, നമ്മൾ ആസൂത്രിതമായിട്ട് ജീവിക്കണമെന്നാണ് ഞാൻ ആ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ വരിക. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? മാന്യൂവറിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ഇട്ട് നോക്കണം. സിമ്പിൾ മീനിങ്, മാന്യൂവർ മീനിങ്ങിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ഇട്ട് നോക്കണം. മലയാളം അല്ല, ഇംഗ്ലീഷ് മീനിങ്. അപ്പോൾ അതിനകത്ത് വരും എ മൂവ്മെൻറ്റ് ഓർ സീരീസ് ഓഫ് മൂവ്സ് റിക്വയറിങ് സ്കിൽ ആൻഡ് കെയർ. കണ്ടോ? സ്കില്ലും കെയറോടും കൂടിയിട്ട് പോകാനുള്ള ഒരു എന്താ പറയുക, ഒരു സീരീസ് ഓഫ് മൂവ്സ്. അതായത് ഓട്ടോറിക്ഷയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എന്താ വഴുതി പോവുക, വാളമീൻ്റെ പോലെ വഴുതി പോകണം, നമ്മൾ പിടികൊടുക്കരുതെന്ന് പറയില്ല, അതിനാണ് മാന്യൂവർ എന്ന് പറയുക. പിന്നെ പല വേറെ ഇതുണ്ട്, അതിനെ മൂവ് സ്കിൽഫുള്ളി ഓർ കെയർഫുള്ളി എന്നാണ് പറയുന്നത്. അപ്പോൾ കെയർഫുള്ളി ഗൈഡ് ഓർ മാനിപ്പുലേറ്റ് ഇൻ ഓർഡർ ടു അച്ചീവ് ആൻ എൻഡ്, ഇതും അർത്ഥമാണ്. അപ്പോൾ ദിസ് ഈസ് വൈ ഐ എം ടെല്ലിങ് പ്രാക്ടീസ് ഇസ് റിക്വയർഡ് ഇൻ ഇംഗ്ലീഷ്. അല്ലാതെ നേരെ ഗൂഗിൾ ട്രാൻസ്ലേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട്
നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് ആ കുട്ടി ചോദിച്ചത് വളരെ കറക്റ്റാണ്. ഞാൻ എന്തുകൊണ്ടാണ് അത് ഇതിൽ പറഞ്ഞതെന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. താങ്ക് യു. ആരാ ചോദിച്ചതാവോ? സമ്മൺ ഹാഡ് ആസ്റ്റ് മീ, ഒരു 2 വീഡിയോസിന് മുമ്പിലല്ലേ ഞാൻ പറഞ്ഞത് യു ഷുഡ് ലേൺ ടു മാന്യൂവർ ലൈഫ് എന്ന്. ഓക്കെ, സോ ഈ മാന്യൂവർ എന്നുള്ളത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഒന്നും കൂടെ പോയി ഗൂഗിളടിച്ച് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ അതിൽ വരുന്ന പെട്ടെന്ന് വരുന്ന കുതന്ത്രം, അയ്യോ കുതന്ത്രത്തിൽ ജീവിക്കാനാണോ പറഞ്ഞത്? നോ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അല്ലെങ്കിൽ ഇനി ഒരു ഡിക്ഷണറി എടുത്ത് വെച്ച് നോക്കും. ആ ഡിക്ഷണറിയിൽ ഒരു പാരഗ്രാഫ് മാന്യൂവർ എടുത്ത് വെച്ച് നോക്കും. അതിൻ്റെ ഉള്ളിലുണ്ടാകും ഇങ്ങനെ പല സെൻറ്റൻസസ് അതിലിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതുമായിട്ട് മാച്ച് ആകും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ടേക്ക് അവേ മാന്യൂവർ യുവർ ലൈഫ് സക്സസ്ഫുള്ളി ആൻഡ് ട്രൈ ടു നോട്ട് ഇഗ്നോർ ദ ഗസ്റ്റ് ഹൂ ആർ കമ്മിങ് ടു യുവർ ഫങ്ഷൻസ് ആഫ്റ്റർ യു ആർ ഇൻവൈറ്റിംഗ് ദം. കേട്ടോ, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ട് വരുന്ന ഗസ്റ്റുകളെ അവഗണിക്കരുത് കേട്ടോ. ചിയേഴ്സ്.